മറുപടി ഇതാണോ പൂക്കോടും സംഭവിച്ചത്? അവിടെ അധികാരികൾ ചെയ്യേണ്ട ജോലി, സെക്യൂരിറ്റി ചെയ്യേണ്ട ജോലി, അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യേണ്ട ജോലി SFI എടുത്തതുകൊണ്ടാണല്ലോ അന്നൊരു ആൾക്കൂട്ട വിചാരണ അവിടെ നടന്നത്. ആ വിചാരണയുടെ ഭാഗമായിട്ടാണല്ലോ സിദ്ധാർത്ഥൻ മരിച്ചത്. പൂക്കോട് സിദ്ധാർത്ഥന്റെ മരണം ആ അർത്ഥത്തിൽ SFI പ്രതിനിധികൾ ഉൾപ്പെടുന്ന, ഭാരവാഹികൾ ഉൾപ്പെടുന്ന ആളുകളുടെ മേൽ വന്നത് ആ ഘട്ടത്തിലാണ്. അതുപോലെ ഒരു സാഹചര്യമല്ലേ ഇവിടെയും? മിസ്റ്റർ അരുൺ, ഈ 35 മിനിറ്റ് ചർച്ചയിൽ നിന്ന് ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് കൃത്യമായി കാര്യം മനസ്സിലായി. നമ്മൾ ഈ ചർച്ച തുടങ്ങിയത് സാൻജോസ് എന്ന KSU നേതാവ് വർഷങ്ങളായി അവിടെ പഠിക്കുന്ന, ആ ക്യാമ്പസിൽ നന്നായി പരിചയമുള്ള, ഡബിൾ MA, ട്രിപ്പിൾ MA ഒക്കെ എടുക്കാലോ, ഒരേ വിഷയത്തിന് തന്നെ MA എടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു, പുറത്തുനിന്ന് അദ്ദേഹം കൊണ്ടുവന്ന ജോബിൻസൺ എന്ന് പറയുന്ന മറ്റൊരു ക്യാമ്പസിൽ പണ്ടു പഠിച്ച വിദ്യാർത്ഥിയെ അപരിചിതനെ രാത്രി കണ്ട് തടഞ്ഞു നിർത്തി, താൻ ആരാണെന്ന് ചോദിച്ച് ബൈക്ക് തടഞ്ഞു നിർത്തിയപ്പോൾ ആ ഒരു സംഭവമാണ് ആദ്യത്തെ സംഭവം എന്ന് പറയുന്നു. ഇപ്പൊ കാര്യം വ്യക്തമായില്ലേ? അവിടെ പുറത്തുനിന്നുള്ള വിദ്യാർത്ഥിയെ കൊണ്ടുവന്ന്, പ്രത്യേകിച്ച് പുതിയ കുട്ടികൾ വരുമ്പോൾ അവരെ സ്വാഗതം ചെയ്യാൻ അലങ്കാര പ്രവർത്തനങ്ങൾ അടക്കം നടക്കുമ്പോൾ അവരെ പല രൂപത്തിൽ അക്രമം സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥി പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നപ്പോൾ ചോദ്യം ചെയ്തു. അതാണ് ഈ സംഭവത്തിന്റെ തുടക്കം. കോൺഗ്രസ് നിയമസഭയിൽ അടക്കം ഉയർത്തിയ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കം ഉയർത്തിയ എല്ലാ കാര്യങ്ങളും, MLA ഹോസ്റ്റലിൽ വന്ന് പോലീസ് സ്റ്റേഷനിൽ നടത്തിയ ആക്രമണം, അതിന്റെ ഭാഗമായിട്ട് നടന്ന സാഹചര്യങ്ങളെല്ലാം ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ തകർക്കാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കാനും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനും വേണ്ടി നടക്കുന്ന തുടർ ശ്രമങ്ങളുടെ ഭാഗം തന്നെയാണ്. ഇത് കണ്ടൊന്നും ഞങ്ങൾ പേടിക്കില്ല. ഇവിടെ നിങ്ങൾ വലിയ ആരോപണം ഞങ്ങൾക്ക് ഉന്നയിക്കുമ്പോൾ ഈ ഹയർ സെക്കൻഡറി ഡയറക്ടർ കേശവേന്ദ്രകുമാറിന്റെ മുഖത്തേക്ക് കരിയോയിൽ ഒഴിച്ച പ്രസ്ഥാനം ഏതാണ്? KSU. അതുപോലെ MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്ന സിറിയക് തോമസിന്റെ മൂക്കിടിച്ച് പരത്തിയ പ്രസ്ഥാനം ഏതാണ്? KSU. വയനാട്ടിൽ നിങ്ങളുടെ DCC ഓഫീസ് തല്ലി തകർത്ത് ഗാന്ധി ഫോട്ടോയെല്ലാം നിലത്തിട്ട് തകർത്തിട്ട് എല്ലാം ഞങ്ങളുടെ തലയിൽ വെച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് ആ KSU. AKG സെന്റർ ആക്രമിച്ചതിന്റെ യഥാർത്ഥ പ്രതികളുടെ വിവരങ്ങൾ പുറത്തു വന്നു. DCC പ്രസിഡന്റും അതുപോലെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് തോളത്ത് കൈയിട്ട് നടക്കുന്നവരാണ് രണ്ടാം പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ടത്. എത്ര നാൾ ഈ കേസ് പറഞ്ഞ് ഞങ്ങളെ ആക്രമിച്ചു? ചെയ്യുന്നുണ്ടോ തുടർച്ചയായിട്ട്? ഇന്നലെ നമ്മൾ കണ്ട ദൃശ്യത്തിൽ കൊയിലാണ്ടിയിലെ ഗുരുദേവ് കോളേജിലെ സുനിൽ ഭാസ്കർ എന്ന പ്രിൻസിപ്പലിനെ അടിച്ച ദൃശ്യങ്ങളിലും ഒരു SFI പ്രവർത്തകനാണ്. ഇവിടെ KSU പ്രവർത്തകനാണ് പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നതെങ്കിൽ കൊയിലാണ്ടിയിൽ സംഭവിച്ചത് പുറത്തുനിന്നുള്ള ഒരു ഏരിയ സെക്രട്ടറി, SFI ഏരിയ സെക്രട്ടറിയാണ് അധ്യാപകനെ മർദ്ദിച്ചത്. അപ്പൊ അക്കാര്യത്തിൽ നിങ്ങളും പിന്നിലൊന്നുമല്ല അരുൺകുമാർ. അല്ല, തിരിച്ചും അല്ല, ചെവിയുടെ കർണപഥം അടക്കം തകർക്കപ്പെട്ടതും 6 മാസം ഇനി ട്രീറ്റ്മെന്റ് വേണമെന്നും അതുപോലെ തന്നെ കേൾവി ശക്തി പോയതും ചർച്ച ചെയ്യണം. ഇവിടെ തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. ആ ദൃശ്യങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകരെ കാണിക്കാം. ആ വിദ്യാർത്ഥിയുടെ കർണപുടത്തിന് സംഭവിച്ച കേടുപാടിന്റെ ദൃശ്യങ്ങൾ കൂടി നമ്മുടെ കയ്യിലുണ്ട്. ആ ദൃശ്യങ്ങൾ Debate with Arun Kumar.